ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചരിത്രത്തിലാദ്യമായി സിയാലിന്റെ ലാഭം 500 കോടി കടന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 502 കോടി രൂപയാണ് അറ്റാദായം. നിക്ഷേപകർക്ക് 55% ലാഭവിഹിതം നൽകാനും ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തു. ലാഭത്തിൽ റെക്കോർഡ് നേട്ടവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ. ചരിത്രത്തിലാദ്യമായാണ് സിയാലിന്റെ അറ്റാദായം 500 കോടി രൂപ കടക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ സിയാൽ 1220 കോടി രൂപയുടെ മൊത്ത വരുമാനം നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.6% വർധന. അറ്റാദായം 499 കോടിയിൽ നിന്ന് 502 കോടി രൂപയായും ഉയർന്നു. നിക്ഷേപകർക്ക് 55% ലാഭവിഹിതം നൽകാനാണ് ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന നിക്ഷേപകരുടെ വാർഷിക പൊതുയോഗത്തിന്റെ അംഗീകാരത്തിന് വിധേയമായാണ് ലാഭവിഹിതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയർമാനായുള്ള ആദ്യ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് സിയാലിന്റെ ഭാവി പദ്ധതികൾക്ക് രൂപം നൽകിയത്. രാജ്യത്തെ വ്യോമയാന മേഖലയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപയിലധികം അടിസ്ഥാന സൗകര്യ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവള കൺസൾട്ടൻസി മേഖലയിലേക്കും സിയാൽ കടക്കുകയാണ്. വിമാനത്താവളങ്ങളുടെ മാസ്റ്റർ പ്ലാൻ, റൺവേ വികസനം, കാർഗോ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസുകൾ, ഡ്യൂട്ടി ഫ്രീ, കൊമേഴ്സ്യൽ വികസനം, റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ മറ്റ് വിമാനത്താവളങ്ങൾക്ക് കൺസൾട്ടൻസി നൽകുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി യാത്ര ചെയ്തത്. ഇതേ കാലയളവിൽ 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. തുടർച്ചയായ 4ാം സാമ്പത്തിക വർഷവും 1 കോടിയിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്ത വിമാനത്താവളം എന്ന നേട്ടവും സിയാൽ നിലനിർത്തി. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ മന്ത്രിമാരായ P.K. കുഞ്ഞാലിക്കുട്ടി, റോജി എം. ജോൺ എന്നിവർക്ക് പുറമെ ബോർഡ് അംഗങ്ങളും ഡയറക്ടർമാരും പങ്കെടുത്തു. മീഡിയ ടൈം, കൊച്ചി.